ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇറാന്റെ 3 ആണവ നിലയങ്ങൾ തകർത്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ അറിയിച്ചത് ജൂൺ 22-നാണ്. ഇറാൻ ആറ്റം ബോംബ് നിർമ്മിക്കുന്നത് തടയുക എന്നതായിരുന്നു ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം. തങ്ങൾ ലക്ഷ്യം നേടിയെന്നും ഇറാനെതിരെയുള്ള നടപടികൾ അവസാനിപ്പിച്ചതായും ട്രംപ് പ്രഖ്യാപിച്ചു. ഇതേ തുടർന്നാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിച്ചത്. അമേരിക്കൻ ചാരസംഘടനകൾ പോലും ട്രംപിന്റെ അവകാശവാദങ്ങൾ അംഗീകരിക്കുന്നില്ല. പ്രസിഡന്റ് അവകാശപ്പെടുന്നത് പോലെ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുവാൻ അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. 2-3 മാസങ്ങൾക്കുള്ളിൽ ആണവ നിലയങ്ങളെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ കഴിയും എന്നാണ് ഈ രംഗത്തെ വിദഗ്ധന്മാർ അവകാശപ്പെടുന്നത്. ആണവ നിലയങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കാനുള്ള അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ അഭ്യർത്ഥന ഇറാൻ നിരസിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ തുടരുമെന്നും അമേരിക്കയുടെ ആക്രമണം വീണ്ടും ഉണ്ടാകും എന്നാണ് പലരും ഭയപ്പെടുന്നത്. ഇറാനുമായി നടത്തിയ യുദ്ധം പല യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള അവസരം സമ്മാനിച്ചു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ ഹമാസ്, ഹിസ്ബുള്ള, ഹൗദികൾ തുടങ്ങി 7 ശക്തികൾക്കെതിരെയാണ് ഇസ്രായേൽ പോരാടുന്നത്. ഇറാന്റെ പരാജയത്തോടെ ഹൗദികളും ലെബനോണിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. ബഷാർ അൽ അസാദിന്റെ ഭരണം അവസാനിച്ചതിനാൽ സിറിയയുമായുള്ള യുദ്ധവും അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതീക്ഷ. ഹമാസിനെ പൂർണ്ണമായും തകർക്കാതെ ഗാസയിൽ നിന്നും പിന്മാറില്ല എന്ന നിലപാട് മാറ്റി എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. 23 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ യുദ്ധം ആരംഭിച്ചത്. വെടിനിർത്തലിനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. പെയ്തോങ് താൻ ചിനവന്ത്രയ്ക്ക് തായ്ലൻഡിന്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. അയൽരാജ്യമായ കംബോഡിയയിലെ മുൻ ഭരണത്തലവനുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതിനെ തുടർന്നാണ് കോടതി ചിനവന്ത്രയെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കിയത്. വിദേശ രാജ്യത്തിന്റെ പ്രതിനിധിയുമായി ആഭ്യന്തര കാര്യങ്ങൾ പങ്കുവച്ചത് ഭരണഘടനയുടെയും ധാർമ്മികതയുടെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി 36 ജനപ്രതിനിധികൾ പരാതി നൽകിയതിനെ തുടർന്നാണ് കോടതി നടപടി ഉണ്ടായത്. കംബോഡിയയും തായ്ലൻഡും തമ്മിൽ അതിർത്തി തർക്കങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്നതിനിടയിലാണ് ഇരു നേതാക്കന്മാരും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും അന്തിമ വിധി വരുന്നതുവരെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി തുടരാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അതിർത്തി തർക്കങ്ങളെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കാനാണ് താൻ കംബോഡിയയുടെ മുൻ പ്രധാനമന്ത്രി ഹൺ സെന്നുമായി സംസാരിച്ചത് എന്നാണ് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രിയുടെ വിശദീകരണം. ഏകദേശം 2 ലക്ഷത്തോളം സംഗീതപ്രേമികൾ ഒത്തുകൂടുന്ന ഗ്ലാസ്റ്റൺബറി സംഗീതോത്സവം
ഇംഗ്ലണ്ടിൽ വർഷം തോറും സംഘടിപ്പിക്കുന്ന വലിയ ഒരു സാംസ്കാരിക പരിപാടിയാണ്. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള പ്രസിദ്ധരായ പോപ്പ് മ്യൂസിക് സംഘങ്ങൾ തങ്ങളുടെ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. ഈ വർഷം ജൂൺ 25 മുതൽ 29 വരെയുള്ള 5 ദിവസങ്ങളിൽ 100ഓളം വേദികളിലാണ് ഈ വർഷത്തെ സംഗീതോത്സവം നടന്നത്. ഇംഗ്ലണ്ടിലെ ബോബ് വില്ലൻ അവതരിപ്പിച്ച പാട്ടുകൾ വലിയ വിവാദമായി. പാലസ്തീന് സ്വാതന്ത്ര്യവും ഇസ്രായേലി പട്ടാളത്തിന് മരണവും നൽകാൻ ആവശ്യപ്പെടുന്നതായിരുന്നു പാട്ടിൻ്റെ വരികൾ. ഗായകൻ പാലസ്തീൻ എന്ന ഈണത്തിൽ ഉരുവിടുമ്പോൾ മോചിപ്പിക്കൂ എന്നും ഇസ്രായേൽ പട്ടാളം എന്ന് വിളിക്കുമ്പോൾ തുലയട്ടെ എന്നും കേൾവിക്കാർ ആവേശത്തോടെ ഏറ്റുപാടി. യഹൂദ വിരോധം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ തീരുമാനം. ടിബറ്റിലെ ബുദ്ധമത വിശ്വാസികളുടെ പരമോന്നത ആത്മീയ ആചാര്യൻ ദലൈലാമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെ ബുദ്ധന്റെ അവതാരമായിട്ടാണ് ടിബറ്റുകാർ കാണുന്നത്. ടിബറ്റിനെ പിടിച്ചെടുക്കാൻ ചൈന ശ്രമിച്ചതിനെ തുടർന്നാണ് ദലൈലാമയും അനുയായികളും ഇന്ത്യയിൽ അഭയം തേടിയത്. 1959 മുതൽ പ്രവാസികളായി ഇന്ത്യയിൽ കഴിയുന്ന ടിബറ്റുകാർ ചൈനക്കെതിരെയുള്ള പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. തുടക്കത്തിൽ ടിബറ്റിനെ ചൈനയിൽ നിന്നും മോചിപ്പിക്കണം എന്നായിരുന്നു ധർമ്മശാലയിൽ രൂപീകരിച്ച പ്രവാസി ഭരണകൂടം ആവശ്യപ്പെട്ടത്. പിന്നീട് ഇത് സ്വയം ഭരണാവകാശമായി ചുരുക്കി. ടിബറ്റ് ചൈനയുടെ ഭാഗമാണെന്നും ദലൈലാമയെ അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല. തനിക്ക് ഒരു പിൻഗാമി ഉണ്ടാകുമെന്ന് ബുധനാഴ്ച നടന്ന ബുദ്ധമത സന്യാസികളുടെ സമ്മേളനത്തിൽ ദലൈലാമ പ്രഖ്യാപിച്ചു. അത് ചൈനയിൽ നിന്നും ആയിരിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കുമേൽ അമേരിക്ക ചുമത്തുന്ന വ്യാപാര ചുങ്കം വർദ്ധിപ്പിച്ചു എങ്കിലും 90 ദിവസത്തേക്ക് ഈ ഉത്തരവ് മരവിപ്പിക്കാനും ഈ കാലയളവിൽ ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിൽ എത്താനുമായിരുന്നു അമേരിക്കയുടെ ശ്രമം. ഇംഗ്ലണ്ടും ചൈനയുമായി ചർച്ചകൾ നടത്തുകയും ധാരണയിൽ എത്തുകയും ചെയ്തു. ഇന്ത്യയുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചില കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ നികുതി കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് കരാർ ഒപ്പിടാൻ വൈകുന്നത്. റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കാനായി പുതിയ ഒരു ബിൽ ഉടൻ തന്നെ സെനറ്റിൽ അവതരിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ചൈനയെയും ഇന്ത്യയെയും പോലെയുള്ള രാജ്യങ്ങളുടെ വ്യാപാര ചുങ്കം 500% വർദ്ധിപ്പിക്കാനാണ് ഈ ബില്ലിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റിനെ റഷ്യ അംഗീകരിച്ചു. 2021 ഭരണം ലഭിച്ചുവെങ്കിലും താലിബാനെ അംഗീകരിക്കാനോ ഇവരുടെ അംബാസിഡർമാരെ സ്വീകരിക്കാനോ ഇതുവരെ ഒരു രാജ്യവും തയ്യാറായിരുന്നില്ല. മതാധിഷ്ഠിത ഭരണകൂടത്തിൻ്റെ സ്ത്രീവിരുദ്ധ നിലപാട് മൂലമാണ് അന്താരാഷ്ട്ര സമൂഹം താലിബാൻ സർക്കാരിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെ ഉണ്ടെങ്കിലും കാലഹരണപ്പെട്ട സ്ത്രീവിരുദ്ധ നിലപാടുകളിൽ മാറ്റം വരുത്താൻ താലിബാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. താലിബാനോട് പരാജയപ്പെട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും റഷ്യ സൈന്യത്തെ പിൻവലിച്ചത് 1989
ഭരണം താലിബാന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്ക മടങ്ങിപ്പോയത് 2021 അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും ചൈനയും ഖത്തറും താലിബാനുമായി കരാറുണ്ടാക്കുകയും വ്യാപാരം നടത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിലുണ്ടായ വിദ്യാർത്ഥി സമരത്തെ തുടർന്നാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. ഹസീന നിരവധി കേസുകളിൽ പ്രതിയാണെന്നും അവരെ തങ്ങൾക്ക് കൈമാറണമെന്നും ബംഗ്ലാദേശ് ഭരണകൂടം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസ് ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തുവെങ്കിലും ഇതുവരെ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. നിയമാനുസൃതം തിരഞ്ഞെടുപ്പ് നടത്തുകയും പുതിയ സർക്കാർ രൂപീകരിക്കുകയും ചെയ്താൽ ചർച്ച നടത്താൻ തയ്യാറാണെന്ന് ഭാരത സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഹസീന ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴി ബംഗ്ലാദേശിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ആക്ഷേപം. പലകുറി അറസ്റ്റ് വാറണ്ടുകൾ നൽകിയിട്ടും കോടതിയിൽ ഹാജരാകാതിരിക്കുന്നതിനെ കോർട്ടലക്ഷ്യമായി കണ്ട് ഹസീനയെ 6 മാസത്തെ തടവിന് കഴിഞ്ഞ ആഴ്ച കോടതി ശിക്ഷിച്ചു. ഹസീന തന്നെ രൂപീകരിച്ച ഇന്റർനാഷണൽ ക്രിമിനൽ ട്രൈബ്യൂണലിൻ്റെതാണ് ഈ വിധി. നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്കുലർ തുടങ്ങിയ വാക്കുകൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇടം നേടിയത്. അടിയന്തരാവസ്ഥ കാലത്താണ് ഇങ്ങനെ ഒരു ഭേദഗതി ഉണ്ടായത്. പിന്നീട് ഈ ഭേദഗതി ഒഴിവാക്കണം എന്നഭ്യർത്ഥിച്ച് കോടതിയെ സമീപിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഈ വാക്കുകൾ ഭരണഘടനയുടെ അന്തസ്സത്തയുമായി ചേർന്നു പോകുന്നതാണ് എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഭാരതത്തിന് ഒരു മതേതര രാഷ്ട്രമായി തുടരാനാവില്ല എന്ന് ഭരണകക്ഷിയുടെ ഒരു ലോകസഭാ അംഗം പരസ്യമായി പ്രഖ്യാപിച്ചതോടെ ഈ വിഷയം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യാം എന്നതിൽ തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം വരുത്തുന്ന ഭേദഗതികൾ അസ്ഥിരപ്പെടുത്താൻ സുപ്രീം കോടതിക്ക് കഴിയും എന്നാണ് പല വിദഗ്ധന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരത്തിനും പരിമിതികളുണ്ട്. അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയ 4 രാജ്യങ്ങളുടെ സംഘടനയാണ് ക്വാഡ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ വലിയ ഭീഷണിയായിട്ടാണ് ചൈനയുടെ മുന്നേറ്റങ്ങളെ കാണുന്നത്. ഈ ഭീഷണി നേരിടാൻ അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് ഈ രാജ്യങ്ങളുടെ ലക്ഷ്യം. ചൈനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യങ്ങളെ ഒപ്പം കൂട്ടാനാണ് അമേരിക്കയുടെ ശ്രമം. ദ്വീപുരാഷ്ട്രങ്ങളായ ജപ്പാനും ഓസ്ട്രേലിയയും നിരന്തരം ചൈനയിൽ നിന്നുള്ള ഭീഷണികൾ നേരിടുകയാണ്. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഷീ ജിൻപിങ് പ്രഖ്യാപിച്ചത്. ക്വാഡിലെ വിദേശകാര്യമന്ത്രിമാർ ജൂലൈ 1 വാഷിംഗ്ടണിൽ സമ്മേളിച്ചു. ഈ സമ്മേളനത്തിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ ക്വാഡിലെ അംഗങ്ങൾ പ്രതികരിക്കണം എന്നാവശ്യപ്പെട്ടു. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ക്വാഡ് ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത്
പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.